ഡിസപ്പിയർ ആൻഡ് കം ബാക്ക് അൺറെക്കഗ്നൈസബിൾ. സോ ഒരുപാട് വ്യൂസ് ഉള്ള, പ്രത്യേകിച്ച് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ചില വീഡിയോസിൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് അക്കാഡമിക് കം ബാക്ക് ഇൻ യുവർ ലൈഫ്, ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് ഗ്രേറ്റസ്റ്റ് കം ബാക്ക് ഇൻ യുവർ ലൈഫ്, സ്റ്റെപ്പ് വൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് ഡിസപ്പിയർ. അതായത് ഡിസപ്പിയർ ഫ്രം സോഷ്യൽ ലൈഫ്. ഓക്കെ, സോ ആക്ച്വലി ഒരു അക്കാഡമിക് കം ബാക്ക് നടത്താൻ യു ഡോണ്ട് ഹാവ് ടു ഡിസപ്പിയർ. യു ഡോണ്ട് ഹാവ് ടു ഡിസപ്പിയർ ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് ഗ്രേറ്റസ്റ്റ് കം ബാക്ക് ഇൻ യുവർ ലൈഫ്. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. സോ ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് അൻസഫ്. ഞാൻ തേർഡ് ഇയർ MBB സ്റ്റുഡൻ്റ് ആണ്. സോ 12 hours ഡേ അല്ലെങ്കിൽ 14 hours ഡേ ടോപ്പേഴ്സ് ഡെയിലി ഇരുന്ന് പഠിക്കാറുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി ഞാൻ കേട്ട സമയത്ത് ഇത് പോസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ദി ജേണി ഐ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി പോസിബിൾ ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് ടോപ്പേഴ്സ് ഇത്രയും അവേഴ്സ് വളരെ എഫക്റ്റീവായിരുന്നു പഠിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വൺ ആൻസർ ഈസ് ദ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡോപ്പമിൻ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡോപ്പമിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് dopamine based study routine that will not only make you 10 times more productive, it will actually make studying enjoying. It is easy to implement. It will make studying addicting also because this take advantage of dopamine. So for the quick explanation of what dopamine is, most commonly എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് dopamine is somewhat related to bliss. bliss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്ലഷറബിൾ ഫീലാണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുമ്പോഴോ ഇഷ്ടപ്പെട്ട മൂവി കാണുമ്പോഴോ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഈ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും അത് കാരണമായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യാറുണ്ട്. സോ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബട്ട് ഡോപ്പമിൻ സ്റ്റോറി ഈസ് നോട്ട് എൻഡിങ് ഹിയർ. ഡോപ്പമിൻ ഹാസ് അനദർ ക്രൂഷ്യൽ ഫങ്ഷൻ. ഇറ്റ് ഈസ് മോട്ടിവേഷൻ. അതായത് എന്തെങ്കിലും പെർസ്യൂ ചെയ്യണം, എന്തെങ്കിലും നേടണം എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ഡോപ്പമിൻ. അതായത് ഇപ്പം നീറ്റ് എക്സാം വരുന്നത് ഒരു 7 months അല്ലെങ്കിൽ 8 months ഒക്കെ കഴിഞ്ഞിട്ടാണ്. സോ അതിനുവേണ്ടി നിങ്ങളെ ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യമാണ് ഡോപ്പമിൻ. ഓക്കെ, സോ ഈ ഒരു ഡോപ്പമിൻ്റെ ലോ സ്റ്റേറ്റ് കാരണം ഒരുപാട് പ്രശ്നമുണ്ട്. വളരെ ഡേഞ്ചറായ സിറ്റുവേഷനാണ്. അതായത് നമുക്കൊരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഹാർഡ് വർക്കൊന്നും നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പോലും കഴിയില്ല ബിക്കോസ് വി ഡോണ്ട് ഫൈൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇഫ് യു ഹാവ് ദാറ്റ് ഹൈ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ. അതായത് ഡോപ്പമിൻ്റെ ബേസ് ലൈനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മുടെ ബോഡിയിലുള്ള ഡോപ്പമിൻ്റെ ലെവലാണ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് ദാറ്റ് ഹൈ ബേസ് ലൈൻ ഓഫ് ഡോപ്പമിൻ യു വിൽ സ്റ്റാർട്ട് ലവിങ് ഹാർഡ് വർക്ക്സ്, you will find some kind of pleasure in it and finally you will get addicted to it. Okay, സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോപ്പേഴ്സ് ഒരു 12 hours അല്ലെങ്കിൽ 14 hours ഒക്കെ പഠിക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു റീസൺ ഇതാണ്, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് എൻജോയ്മെൻറ്റ് ഡ്യൂറിങ് ദ സ്റ്റഡിയിങ്. സോ അത് കാരണമായിട്ട് അവർക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ കൊടുക്കാൻ കഴിയും. ലൈക്ക് നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മൂവി കാണുന്നത് പോലെ നമുക്ക് ആ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ ആ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടല്ലോ. സോ അത് കാരണമായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ കൊടുക്കാൻ കഴിയും. സോ in order to love hard works and in order to enter to that flow state you need dopamine. Okay, because dopamine is the base of that pleasure. So ഡോപ്പമിനെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ടീനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഡോപ്പമിനെ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഡോപ്പമിൻ ലിമിറ്റഡ് ആണ്. അതായത് അതിൻ്റെ സിന്തസിസും അതുപോലെ തന്നെ റിസപ്റ്റർ സിന്തസിസിനൊക്കെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഒരു സ്പൈക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ബേസ് ലൈനിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഡോപ്പമിനെ നമ്മൾ ആദ്യം പ്രിസർവ് ചെയ്തിട്ട് ഇന്ത്യൻ സ്റ്റഡി സെഷൻസ് നടത്തും. സോ ആ ഒരു ഇന്ത്യൻ സ്റ്റഡി സെഷൻസ് ബിക്കം സോ മച്ച് ഫൺ ആൻഡ് എൻജോയബിൾ. ദെൻ യു ക്യാൻ ഹാവ് ഫൺ. വൺസ് യു കംപ്ലീറ്റ് ദാറ്റ് ഇന്ത്യൻ സ്റ്റഡി സെഷൻസ് യു ക്യാൻ ഹാവ് ഫൺ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഈ ഒരു റുട്ടീന് പോവുക. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ദ ഡോപ്പമിൻ ഗ്രാഫ് ഓഫ് എ സ്റ്റുഡൻറ്റ്. സോ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റുട്ടീന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോളിങ് സ്റ്റാർട്ട് ചെയ്യും. സോ അത് കാരണമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണമായിട്ട് എന്തായാലും ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും. ആ ഒരു ഡോപ്പമിൻ്റെ ഹിറ്റോട് കൂടി ഒരു ഹാപ്പിനെസ് കിട്ടും, ഒരു പ്ലഷർ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോപ്പമിൻ്റെ ലെവൽ താഴോട്ട് പോകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദാറ്റ് സ്പൈക്ക് ആൻഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ഡോപ്പമിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകും. സോ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും ആൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഗസ് വാട്ട്, സ്റ്റഡി ബിക്കം സോ മച്ച് ബോറിങ്. ഓക്കെ, പഠനം വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സ്റ്റഡിയിലൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും ഉണ്ടാവില്ല. അങ്ങനെ വീണ്ടും അയാൾക്കൊരു ഇൻട്രസ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ സ്ക്രോളിങ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും വരിക. സോ അത് കാരണമായിട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യും. സോ അത് കാരണമായിട്ട് ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും. വീണ്ടും ബേസ് ലൈൻ താഴോട്ട് വരും, ഇപ്പം മുന്നത്തേക്കാൾ താഴോട്ട് വരും. ഓക്കെ, സോ വീണ്ടും സ്റ്റഡി ചെയ്യാൻ വീണ്ടും ശ്രമിക്കും, പക്ഷേ നടക്കലുണ്ടാവില്ല. സോ അങ്ങനെ ആ ഒരു ഡേ എൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരുപാട് സ്പൈക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ സ്പൈക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദേ വിൽ എൻഡ് അപ്പ് ദ ഡേ നോട്ട് സ്റ്റഡിയിങ്. സോ ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്, if you don't use your phone and if you don't get engaged in any dopaminergic activities,
your dopamine graph will stay consistent. Then you enter to studying sessions. You are going to have that enjoyable and addictive study sessions. ഇനി നമുക്ക് ആക്ച്വൽ റുട്ടീനിലേക്ക് കിടക്കാം. റുട്ടീൻ എന്ന് പറയുന്ന സമയത്ത് റുട്ടീൻ്റെ റൂളാണ് ഇമ്പോർട്ടൻറ്റ്. റുട്ടീൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് റുട്ടീൻ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ റൂൾ ഒരിക്കലും തെറ്റിക്കരുത്. റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ ഡു എനി ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് ഓർ എനി ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ്. രണ്ടും സെയിം ആണ്. ബിഫോർ സ്റ്റഡിയിങ് ആൻഡ് ഡ്യൂറിങ് സ്റ്റഡിയിങ്. ഓക്കെ, സോ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുക, അതുപോലെ തന്നെ മൂവീസ് കാണുക, മ്യൂസിക് കേൾക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഷുഗർ കഴിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോപ്പമിൻ്റെ സ്പൈക്ക് തരും. അതായത് ആ ഒരു ടൈമിൽ നമുക്കൊരു പ്ലഷർ കിട്ടും. പക്ഷേ ബേസ് ലെവൽ താഴോട്ട് കൊണ്ടുപോകും. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ. ഓക്കെ, സോ ബേസ് ലെവൽ താഴെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബേസ് ലെവൽ കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മോട്ടിവേഷൻ ഡൗൺ ആവും. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. സോ ഈ ഒരു റൂളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ തന്നെ സ്റ്റഡീസിലുടനീളം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് മാക്സിമം നിങ്ങൾ സ്റ്റഡീസിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. റുട്ടീന് വേണമെങ്കിൽ ഞാനൊരു റുട്ടീൻ പറഞ്ഞുതരാം. ഞാനൊരു റുട്ടീൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക, പിന്നെ കുറച്ച് നേരം സൺലൈറ്റ് എക്സ്പോഷർ നേടാം, പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാം, പിന്നെ അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നടത്താം, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, ഷുഗർ മാക്സിമം ഒഴിവാക്കാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മോർണിംഗിൽ ചെയ്യാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡോപ്പമിനെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റഡി സെഷന് ശേഷം നിങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവാം. ഓക്കെ, ഫൺ ആക്ടിവിറ്റീസിലേക്ക് ഞാൻ വരാം. അവിടെയാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് എന്തെങ്കിലും ഇമോജി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് നിങ്ങൾ ഈ ഒരു റുട്ടീന് വെച്ച് ഫോളോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള റുട്ടീൻ നിങ്ങൾ മുന്നേ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതായത് ഇനീഷ്യൽ ഡേയ്സിലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റഡിയിങ് എൻജോയബിളായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന സമയത്ത് യു വിൽ സ്റ്റാർട്ട് സീയിങ് ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു റുട്ടീൻ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നെവർ ജഡ്ജ് യുവർ സെൽഫ് ടു ഏർലി. അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവില്ല. സോ നെവർ ജഡ്ജ് യുവർ സെൽഫ് ടു ഏർലി. സോ ഈ ഒരു റൂട്ടീൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക, മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു കഥയിലും നമ്മൾ മെയിനായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സെൻട്രൽ ക്യാരക്ടറിൻ്റെ ചാപ്റ്റർ 1 വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ചാപ്റ്റർ 1 എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ചാപ്റ്റർ 1 ആൾ ഇമ്പ്രൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ആ ഒരു സ്റ്റേജ് വളരെ ഹാർഡായിരിക്കും. പക്ഷേ ഒരു ചാപ്റ്റർ 5 എത്തുന്ന സമയത്ത് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ആ ഒരു സ്റ്റേജിൽ ആൾ ആ ഒരു പ്രോസസ്സ് പതുക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ചാപ്റ്റർ 12 അയാളുടെ പീക്ക് ടൈമായിരിക്കും. നോബഡി ക്യാൻ ടച്ച് ചെയ്യും. ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും ആൾ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് യു കാൺ സർവൈവ് ഇൻ ചാപ്റ്റർ 1 ഹൗ ക്യാൻ യു റീച്ച് അറ്റ് ചാപ്റ്റർ 12? നിങ്ങളുടെ സ്റ്റഡി സെഷൻസിന് ശേഷം ഫൺ ആക്ടിവിറ്റീസ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഓക്കെ, the key thing I want you to understand here is when you do all the works beforehand and do the fun steps at the end of the day, it becomes a lot of easier to trick your brain into doing hard things. Plus a little bit of bonus, ഒരു ബോണസ് കൂടി ഉണ്ട്. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അത് കാരണമായിട്ട് ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ എഴുതുന്ന ആളുകൾ, പ്രത്യേകിച്ച് നീറ്റ് എക്സാമൊക്കെ എഴുതുന്ന ആളുകൾ മാക്സിമം നിങ്ങളുടെ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫൺ ആക്ടിവിറ്റീസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, ഫൺ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആർട്ടിഫിഷ്യൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ്. അതിനെ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ലൈക്ക് മ്യൂസിക് കേൾക്കുക, ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത് നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസാണ്. ഈ നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് നിങ്ങളൊരു റണ്ണിങ്ങിന് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിന് പോവുക, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അത്തരത്തിലുള്ള വാക്കിന് പോവുക, പിന്നെ അതേപോലെ തന്നെ ഫുട്ബോൾ കളിക്കുക, സോഷ്യലൈസ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നൊരു കാര്യം നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് ചെയ്യാനായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അതിലേക്ക് സ്പെസിഫിക്കലി
അഡിക്റ്റഡ് ആക്കുന്ന രീതിയിലാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് കാരണമായിട്ട് അത് സ്റ്റഡീസിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ചും കൂടി സേഫായ ഒരു കാര്യം നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് ചെയ്യലായിരിക്കും. ഓക്കെ, ഈ നാച്ചുറൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സോഷ്യലൈസേഷനാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ നിങ്ങളോട് ഡിസപ്പിയർ ചെയ്യേണ്ടെന്നൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പിയർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യലി ഐസൊലേറ്റഡ് ആകുന്ന സമയത്ത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനായിരിക്കും മേ ബി കൂടുതലായിട്ട് ടെൻഡൻസി. സോ മാക്സിമം നമ്മൾ ആർട്ടിഫിഷ്യൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ സോഷ്യലൈസേഷന് പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഓരോ കോൺവെർസേഷൻസും മേ ബി അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, യു ഡോണ്ട് ഹാവ് ടു ഡിസപ്പിയർ ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് ഗ്രേറ്റസ്റ്റ് കം ബാക്ക് ഇൻ യുവർ ലൈഫ്. താങ്ക് യു.